ഒരിക്കൽ കാഞ്ചി കാമകോടി പീഠാധിപതിയായിരുന്ന ശ്രീ ചന്ദ്രശേഖര സരസ്വതി സ്വാമികളെ കാണുവാൻ ഒരു വിദേശി വന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുവരെ ചോദ്യചിഹ്നമായി നിന്നിരുന്നൊരു സംശയനിവൃത്തിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത്. സന്ധ്യാവന്ദനവും നിത്യാനുഷ്ഠാനവും ഒക്കെ കഴിഞ്ഞ് സ്വാമികൾ പുറത്തേക്ക് വന്നു. ഭക്തജനങ്ങളുടെ ആ ഒരു തിരക്ക് തെല്ലൊന്ന് കുറഞ്ഞപ്പോൾ ആ ഒരു അവസരം നോക്കി അദ്ദേഹം സ്വാമികളോട് തൻ്റെ ആ ഒരു സംശയം ഉണർത്തിച്ചു. ആ സംശയം ഇപ്രകാരമാണ്: സ്വാമി, പുനർജന്മ സിദ്ധാന്തം എന്നത് ഒരു പൊള്ളയായ വാദമല്ലേ? മനുഷ്യൻ പുണ്യവും പാപവും അതിനനുസരിച്ച് വീണ്ടും ജനിക്കുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നാം ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലം ഈ ജന്മത്തിൽ തന്നെ നാം അനുഭവിക്കുന്നു. നാം സത്യസന്ധമായി ജീവിച്ചാൽ ഈശ്വരൻ നമുക്ക് നല്ല അനുഭവങ്ങളും മറിച്ചായാൽ ദുഃഖങ്ങളും നൽകുന്നു. ഇതല്ലേ സത്യം? ഈ ഒരു ചോദ്യം കേട്ട് അദ്ദേഹം അപ്പോൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. വീണ്ടും തിരക്ക് തെല്ലൊന്ന് കുറഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ ഈ വിദേശിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് വാഹനമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ തനിക്ക് ഒരു ഉപകാരം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വിദേശി പറഞ്ഞു, വാഹനം ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കാഞ്ചീപുരത്തുള്ള ആശുപത്രികളിൽ എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നും അവരുടെ ഒരു വിശദമായ വിവരം അന്വേഷിച്ച് വരാൻ സാധിക്കുമോ എന്നും ചോദിച്ചു. അപ്പോൾ ആ വിദേശി പറഞ്ഞു, തൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും കിട്ടിയില്ലല്ലോ, സാരമില്ല, ഞാൻ എന്തായാലും അന്വേഷിച്ച് വരാം എന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടുകൂടി തൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് ആ വിദേശി യാത്രയായി. അങ്ങനെ തിരികെ സായാഹ്നത്തോടുകൂടി അദ്ദേഹം തിരിച്ചെത്തി. താൻ ശേഖരിച്ച വിവരങ്ങൾ എല്ലാം സ്വാമിക്ക് നൽകി. 10 ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളായിരുന്നു അത്. 10 ആശുപത്രികളിലുമായി മൊത്തം 15 കുഞ്ഞുങ്ങൾ ജനിച്ചു. 7 ആൺകുട്ടികളും 8 പെൺകുട്ടികളും. അതിൽ 3 കുട്ടികൾ അസുഖബാധിതരും 2 കുട്ടികൾ സമ്പന്നരായ മാതാപിതാക്കന്മാർക്ക് കടിഞ്ഞൂലായി സുഖസൗകര്യങ്ങളോടു കൂടിയ സ്വകാര്യ ആശുപത്രികളിൽ ജനിച്ചവരും 4 പേരാവട്ടെ പാവപ്പെട്ട ദിവസക്കൂലിക്കാരായ വിദ്യാഭ്യാസം പോലുമില്ലാത്ത മാതാപിതാക്കന്മാർക്ക് ആശുപത്രി വരാന്തകളിൽ ജനിച്ചവരുമായിരുന്നു. ഇത് വായിച്ച ശേഷം സ്വാമികൾ ആ വിദേശിയോട് ഇങ്ങനെ പറഞ്ഞു, ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കുട്ടികൾ ജനിച്ചിട്ട് 2 ദിവസം പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ അമ്മയാരെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇവർ എന്തു പാപ പുണ്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? അങ്ങ് പറഞ്ഞുവല്ലോ, 2 കുട്ടികൾക്ക് സുഖാനുഭവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, 3 പേർ അസുഖബാധിതരായി ദുഃഖം അനുഭവിക്കുന്നു, ഇനി 4 പേർക്ക് ജന്മനാ ദാരിദ്ര്യം ഏർപ്പെട്ടിരിക്കുന്നു. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തു കർമ്മമാണ് ഈ 2 ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കുന്നത്? കൈകാലുകൾ ഇട്ടടിച്ച് വാവിട്ട് കരയുന്നവർക്ക് സ്വയം തിരിഞ്ഞു കിടക്കാൻ പോലും ശക്തിയില്ല. അപ്പോൾ ഈ സുഖവും ദുഃഖവുമെല്ലാം അവരെന്തിനാണ് അനുഭവിക്കുന്നത്? മാത്രമല്ല, അവർ സമ്പന്നരും പാവപ്പെട്ടവരുമായ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ജനിച്ചത്? ഇവിടെയാണ് നമ്മുടെ സനാതന ധർമ്മത്തിലെ പൂർവജന്മകൃത പുണ്യപാപങ്ങൾ എന്ന സിദ്ധാന്തം തെളിയിക്കപ്പെടുന്നത്. സ്വാമി ചോദിച്ചു, ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്. തൻ്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമായ ഉത്തരം ലഭിച്ചുവെന്നും താൻ ഏറ്റവും കൃതാർത്ഥനാണെന്നും അറിയിച്ച് ആ വിദേശി സ്വാമികളെ നമസ്കരിച്ച് തിരികെ പോയി.